ഈറോഡാണ് സ്ഥലം. ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ച ശേഷം EVR ഈറോഡിലെ തൻ്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. പരിപാടി എന്താണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. തൻ്റെ പ്രാണായുധമായ യുക്തിവാദം പ്രചരിപ്പിക്കുകയാണ് അക്കാലത്തൊക്കെ EVRന്റെ ലക്ഷ്യം. കടവുളില്ലേ, കടവുളില്ലേ, ഇതാണ് എപ്പോഴും മന്ത്രം. EVRന്റെ ശത്രുപക്ഷത്താണ് ബ്രാഹ്മണൻ. നല്ല പച്ചയ്ക്ക് വിമർശിക്കും. മുഖത്ത് നോക്കി തന്നെ എന്തും വിളിച്ചു പറയും. മതം, ജാതി, ദൈവം ഇതൊന്നുമില്ലാത്ത മനുഷ്യകുലമാണ് പെരിയാറിന്റെ അക്കാലത്തെ ലക്ഷ്യം. അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയാണ്. ഈറോഡാണ് സ്ഥലം. ഒരു റിക്ഷയിലാണ് യാത്ര. ക്ഷേത്രമൊക്കെയുള്ള ഒരു തെരുവിലേക്ക് ഈ റിക്ഷ വളഞ്ഞു കടന്നു. ഇരുവശത്തും ഉയർന്ന മതിൽക്കെട്ടുകളുണ്ട്. കണ്ടാൽ തന്നെ ഏതാണ്ട് മനസ്സിലാകും അതൊരു ക്ഷേത്ര പരിസരമാണ്. ഭക്തരും ബ്രാഹ്മണരും ഈ അമ്പലവാസികളും ഒക്കെയുള്ള ഒരു തെരുവ്. പെട്ടെന്നാണ് ഉയർന്ന മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ഒരു ചെരുപ്പ് പറന്നു വന്നത്. അത് കൃത്യം EVRന്റെ ദേഹത്തേക്ക് തന്നെ വീണു. കടവുളില്ല എന്ന് പേച്ചു കൊടുക്കുന്ന ദ്രോഹി. ശബ്ദം മതിൽക്കെട്ടിനുള്ളിൽ നിന്നാണ്. നല്ല ദേഷ്യത്തിലാണ്. തീർന്നില്ല. ഏയ് കിഴവാ, നാങ്ക കുമ്പിടുற കടവുളയാ ഇല്ല ഇല്ല എന്ന് சொல்றது. അതൊരു ആക്രോശമായിരുന്നു. ഓഹോ, ഇത് തനിക്ക് നേരെയുള്ള ആക്രമണമായിരുന്നോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെയാണോ നിങ്ങൾ ഇല്ല ഇല്ല എന്ന് പ്രസംഗിച്ച് നടക്കുന്നത്? അപ്പോൾ ഇത് ഭക്തരുടെ ആക്രമണമാണ്. ഏയ് തമ്പി, കൊഞ്ചം നില്ല്. EVR ഈ റിക്ഷക്കാരനോട് പറഞ്ഞു. തമ്പി, കൊഞ്ചം നില്ല്. ഈ റിക്ഷ നിന്നതും പെരിയാർ ചെരുപ്പ് വന്ന ഭാഗം ലക്ഷ്യം വെച്ചു. റിക്ഷ അങ്ങോട്ട് തിരിക്കാൻ ആവശ്യപ്പെട്ടു. തമ്പി, റിക്ഷ അന്തപക്കം പോകട്ടും, ഒരല്പം തിരിച്ചു പോകണം. ഏതാണ്ട് ആ ഭാഗത്തെത്തിയതും റിക്ഷയിൽ പെരിയാർ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പ്രസംഗ ശൈലിയിൽ തന്നെ ഉറക്കെ പറയാൻ തുടങ്ങി. ഒരു കളിയാക്കുന്ന മട്ടിലാണ്. കടവുളില്ലേ, കടവുളില്ലേ, കടവുളില്ലവേ ഇല്ലേ, இந்த கல்லையெல்லாம் கடவுளா நினைச்சு கும்பிடுறவங்க எல்லாம் முட்டாள் முட்டாள் முட்டாள். ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല. ഈ കല്ലിനെയൊക്കെ ദൈവമെന്ന് കരുതി കുമ്പിട്ട് തൊഴുന്നവരൊക്കെ വിഡ്ഢികൾ, വിഡ്ഢികൾ, വിഡ്ഢികൾ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഉറക്കെ പറഞ്ഞു തീർന്നില്ല. ദാ വരുന്നു വീണ്ടും ചെരുപ്പ്. ഞാൻ നിനച്ച പടിത്താൻ മുട്ടാൾ. രണ്ട് ചെരുപ്പും കൂടി ഒരുമിച്ചെടുത്ത് റിക്ഷയിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് EVR പറഞ്ഞു, പാരുങ്ക തമ്പി, ഒരു ജോഡി പുത്തൻ പുതുസ് ചെരുപ്പ്. ആദ്യത്തെ ചെരുപ്പ് കിട്ടിയപ്പോൾ തന്നെ പെരിയാർ ഉറപ്പിച്ചു, നല്ല പുതിയ ചെരുപ്പ്, മറ്റേത് കൂടി കിട്ടാൻ എന്താ വഴി? പണിയേറ്റു. ഇതാണ് പെരിയാർ. EV രാമസ്വാമി അത്രയും കൂളാണ്. ഏതു വിഷയത്തെയും ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നിസ്സാരമായി പരിഹരിക്കും. മുഖം നോക്കാതെ ബ്രാഹ്മണ്യത്തെ വിമർശിച്ച് വിറപ്പിച്ച EVR പക്ഷെ കാലിടറിപ്പോയത് ദ്രാവിഡ കഴകത്തിലെ അസ്വസ്ഥതകളിലാണ്. തൻ്റെ സഹോദരന്മാരായി കണ്ട അണ്ണാദുരയുടെയും കരുണാനിധിയുടെയും പിണക്കത്തിലാണ്. തനിക്ക് നേരെ ഉയർന്ന വലിയ വിമർശനങ്ങളെ അവഗണിച്ചിരുന്ന EVRന് പക്ഷേ CN അണ്ണാദുരൈ ഉയർത്തിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ പോലും താണ്ടാൻ കഴിഞ്ഞില്ല. പിണക്കം രൂക്ഷമായി അതൊരു പിളർപ്പിലേക്ക് പോകുമ്പോഴൊക്കെ EVRനറിയാം ഇതങ്ങനെ തല്ലിപ്പിരിയരുത്. പക്ഷേ പരിഹരിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ തങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നതിനെ തടയാൻ തൻ്റെടിയായ EVRന് കഴിഞ്ഞില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിലെ മെയ്വഴക്കമില്ലാത്ത നേതാവായിരുന്നു EVR. പക്ഷെ ജനഹൃദയം അറിഞ്ഞു മുന്നേറിയ ആളാണ് CN അണ്ണാദുരൈ. ഇരുമ്പുക്കൊട്ടൈ മാതിരി ഒപ്പമുണ്ട് കരുണാനിധിയും. ആ രണ്ടുപേരാണ് പെരിയാറിൽ നിന്നും അകലാൻ തുടങ്ങുന്നത്. EVR തൻ്റെ 72-ാം വയസ്സിൽ 27 വയസ്സ് കഴിഞ്ഞ മണിയമ്മയെ വിവാഹം ചെയ്തതു മാത്രമല്ല അതിൻ്റെ കാരണം. 1944 ഓഗസ്റ്റ് EV രാമസ്വാമി നയിക്കുന്ന ജസ്റ്റിസ് പാർട്ടിയുടെ പ്രവർത്തനം അതിൻ്റെ ദിശ മാറി സഞ്ചരിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെത്തി. പാർട്ടിയെ നാട്ടുരാജാക്കന്മാരും അതിസമ്പന്നരും കൂടി ഹൈജാക്ക് ചെയ്തു വച്ചിരിക്കുന്നുവെന്ന് EVRന് ബോധ്യമായി തുടങ്ങുന്ന കാലം. മാത്രമല്ല തമിഴർ ദ്രാവിഡന്മാരാണെന്നും ബ്രാഹ്മണർ ആര്യന്മാരാണെന്നുമുള്ള പെരിയാർ തിയറി ശക്തി പ്രാപിച്ച കാലം. നാട്ടുരാജാക്കന്മാരായ തെലുങ്കന്മാരും പ്രമാണികളായ മലയാളികളുമൊക്കെ ജസ്റ്റിസ് പാർട്ടിയിൽ അന്ന് അംഗങ്ങളാണ്. അവർ പെരിയാറെ നിയന്ത്രിക്കാൻ മാർഗം തേടുന്ന കാലം കൂടിയാണ്. നമുക്ക് വേറെ വഴി നോക്കാൻ പെരിയോരെ എന്ന് പിന്നിൽ നിന്ന് അണ്ണാദുരൈ ധൈര്യം പകർന്നു. വൈകിയില്ല. മുദ്രാവാക്യത്തിലെ ദ്രാവിഡവാദം പുതിയ പാർട്ടിയുടെ പേരായി.
ദ്രാവിഡ കഴകം, DK. അണ്ണാ നിർദ്ദേശിച്ച പേരിന് എതിരുണ്ടായിരുന്നില്ല. ആവേശമുണർത്തുന്ന ഒരു കഥ കൂടിയുണ്ട്. ദ്രാവിഡ കഴകം പേര് കൊള്ളാം, ഇനി ഒരു കൊടി വേണം. ചെറിയൊരു മീറ്റിംഗ് ആണ്. അവർ 4 പേരുണ്ട്. പെരിയാർ, അണ്ണാ, കലൈഞ്ചർ കരുണാനിധി, EVK സമ്പത്ത്. ഒരു കൊടി നിശ്ചയം തേവൈ, அதை കണ്ടാൽ നാം സ്വയമര്യാദ വിഴുത്തുകൊള്ള വേണ്ടും. ആ കൊടി കണ്ടാൽ നമ്മുടെ ആത്മാഭിമാനം ഉയരണം എന്ന് പറഞ്ഞത് സാക്ഷാൽ പെരിയാറാണ് ആ മീറ്റിംഗ്. അപ്പോൾ കലൈഞ്ചർ അവിടെ കിടന്നൊരു ഒരു 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 തുണ്ട് പേപ്പർ കയ്യിലെടുത്തു, ഒരു ചെറിയ വെള്ള കഷ്ണം പേപ്പർ. അതിൽ കറുത്ത മഷിപ്പേന കൊണ്ട് ഇങ്ങനെ കോറി വരച്ചുകൊണ്ടേയിരുന്നു. പെരിയാർ അപ്പോഴേക്കും ആവേശഭരിതനായി തൻ്റെ സംസാരം തുടരുകയാണ്. നാം നരമ്പുകളിലുള്ള രക്തത്തിൻ വെപ്പം അന്ത കൊടിയിൽ അടിക്ക വേണ്ടും. അതായത് ആ കൊടിയിൽ നമ്മുടെ സിരകളിലെ രക്തത്തിൻ്റെ ചൂട് തുടിക്കണം. ആ തുണ്ട് പേപ്പറിൽ അപ്പോഴും അതൊരു കറുത്ത പേപ്പറായി മാറിക്കഴിഞ്ഞിരുന്നു. കാരണം ഈ കറുത്ത മഷി കൊണ്ട് ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് അതൊരു ഏതാണ്ട് ഒരു കറുത്ത പേപ്പറായി മാറിക്കഴിഞ്ഞിരുന്നു. മുഖമുയർത്താതെ കലൈഞ്ചർ കരുണാനിധി അപ്പോഴും വരച്ചുകൊണ്ട് തന്നെയിരുന്നു. നാം നരമ്പുകളിലുള്ള രക്തത്തിൻ വെപ്പം അന്ത കൊടിയിൽ അടിക്ക വേണ്ടും. പെരിയാറുടെ ആ വാക്കുകൾ ഇങ്ങനെ കലൈഞ്ചറുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നാം നരമ്പുകളിലുള്ള രക്തത്തിൻ വെപ്പം അന്ത കൊടിയിൽ അടിക്ക വേണ്ടും. ആ കൊടിയിൽ നമ്മുടെ സിരകളിലെ രക്തത്തിന്റെ ചൂട് തുടിക്കണം. കറുത്ത പേപ്പർ തുണ്ട് കലൈഞ്ചറുടെ കയ്യിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി ആവേശം കൊണ്ട്. പേനയുടെ അഗ്രഭാഗത്തേക്ക് കലൈഞ്ചർ തന്റെ തള്ളവിരൽ ഇങ്ങനെ അമർത്തി. ആഴ്ന്നിറങ്ങിയ മുന വിരലറ്റത്ത് ഒരു ചുവന്ന പൊട്ട് തീർത്തു. ആ രക്തം അങ്ങനെ തന്നെ പേപ്പറിലേക്ക് ഇങ്ങനെ പകർത്തി വെച്ചു. കറുത്ത പതാകയിലെ രക്തവൃത്തം. ആവേശത്തിൽ ആ 3 പേരും എഴുന്നേറ്റു, ഒപ്പം കരുണാനിധിയും. EVR, CN അണ്ണാദുരൈ, M കരുണാനിധി, EVK സമ്പത്ത്. ആവേശത്തിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന 4 മുഷ്ടികൾക്കൊപ്പം ഒരു ശബ്ദവും ഗർജനമായി: ദ്രാവിഡ കഴകം വാഴ്കെ, ദ്രാവിഡ നാട് വാഴ്കെ. ഇങ്ങനെ മനുഷ്യരെ കൊതി പിടിപ്പിച്ച, രാഷ്ട്രീയ ആവേശം നിറച്ച ഈ ടീമാണ് ഒരു പിളർപ്പിന് കൂടി തയ്യാറെടുക്കുന്നത്. വണക്കം, അരസിയൽ ഗലാട്ട സീസൺ 2. സെപ്റ്റംബർ 17 തിമുക എന്ന ദ്രാവിഡ പാർട്ടിയുടെ ഉദയം. തിരാവിഡ മുന്നേറ്റ കഴകം, നമ്മൾ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന DMK. പെരിയാർക്ക് വലിയ നഷ്ടമായിരുന്നു. 1ഉം 2ഉമല്ല, നെടുഞ്ചേഴിയൻ, മതിയഴകൻ, സമ്പത്ത്, അങ്ങനെ തലയെടുപ്പുള്ള നേതാക്കളൊക്കെ CN അണ്ണാദുരൈക്കും കരുണാനിധിക്കുമൊപ്പം DMKയിലേക്ക് എത്തി. അണ്ണാദുരൈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. പക്ഷേ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടി പ്രസിഡന്റ് പദവി അങ്ങനെ ഒഴിച്ചിട്ടു. അണ്ണ അറിയിച്ചു, DMK എന്ന പാർട്ടിക്ക് പ്രസിഡന്റ് പദവിയിൽ ഒരാളെ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ EV രാമസ്വാമി എന്ന ഞങ്ങളുടെ ഗുരു പെരിയാറായിരിക്കും. കേൾവിയില്ലാത്ത കാര്യം. മറ്റൊരു പാർട്ടിയുടെ നേതാവ്, അഭിപ്രായ വ്യത്യാസത്തിൽ അവിടുന്ന് തല്ലിപ്പിരിഞ്ഞു വന്ന പുതിയ പാർട്ടിയുടെ നേതാവ് പറയുന്നു അദ്ദേഹം വരട്ടെ, ഈ കസേരയിൽ ഇരിക്കട്ടെ എന്ന്. അതും സാക്ഷാൽ പെരിയാർ. വെറും പറച്ചിലായിരുന്നില്ല. 1949 സെപ്റ്റംബർ 17 ആരംഭിച്ച DMK എന്ന പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ അലങ്കാര സ്ഥാനത്ത്, ഒരു സാങ്കല്പിക അധ്യക്ഷ സ്ഥാനത്ത് പെരിയാറായിരുന്നു. അത് ഏതാണ്ട് 2 പതിറ്റാണ്ട് തുടർന്നു, 1969 വരെ. പക്ഷേ പെരിയാർ വരികയോ DMKയിൽ ചേരുകയോ ചെയ്തില്ല. പെരിയാർ എത്ര പ്രകോപിപ്പിച്ചാലും ഒരു വഴക്കിനും പോകരുതെന്ന് പ്രവർത്തകർക്കും നേതാക്കൾക്കും ചട്ടം കിട്ടി. 2 കക്ഷികളും, അതായത് ദ്രാവിഡ കഴകവും ദ്രാവിഡ മുന്നേറ്റ കഴകവും ഒരേ ഇലക്കൈ തുടരും, ഇരട്ടക്കുഴൽ തുപ്പാക്കി. ഇതായിരുന്നു CN അണ്ണാദുരൈയുടെ നിലപാട്. 2 പാർട്ടികളും ഒരേ ലക്ഷ്യത്തിൽ ഉന്നം പിടിക്കുന്ന ഇരട്ടക്കുഴൽ തുപ്പാക്കിയാണ്. കമ്പനി 1, ലേബൽ 2 മട്ടുമേ. കമ്പനി 1 ഒരേ കമ്പനി, പക്ഷേ ലേബൽ 2 ആണെന്ന് മാത്രം. പക്ഷെ അപ്പുറത്ത് പെരിയാർ ഇങ്ങനെ ഒന്നുമായിരുന്നില്ല. പെരിയാർ തൻ്റെ കയ്യിൽ എപ്പോൾ മൈക്ക് കിട്ടിയാലും അണ്ണാദുരൈയെ കണക്കിന് കളിയാക്കും. പാർട്ടി വിടുമ്പോൾ അണ്ണാദുരൈ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു: കണ്ണീർ തുള്ളികളോടെ ഞങ്ങൾ പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്നു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സാരാംശം. ഇതിലെ ഈ കണ്ണീർ തുള്ളികൾ, തമിഴിൽ കണ്ണീർ തുള്ളികൾക്ക് കണ്ണീർ തുള്ളികൾ എന്നാണ് പറയുന്നത്. ഈ വാക്കിൽ പിടിച്ച അണ്ണാദുരൈയും കൂട്ടരെയും നിരന്തരം കണ്ണീർ തുള്ളികൾ എങ്കെ എന്നാണ് പെരിയാർ ഇവരെ കളിയാക്കി വിളിച്ചിരുന്നത്. പക്ഷെ DMKയും അതിൻ്റെ നേതാക്കളും ഇതിലൊന്നും ശ്രദ്ധിച്ചതേയില്ല.
1949 മുതൽ ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അണ്ണ ആഹ്വാനം ചെയ്തു. എന്തായിരുന്നു പെരിയാറുടെ ദ്രാവിഡ കഴകത്തിനും CN അണ്ണാദുരൈയുടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും തമ്മിലുള്ള വ്യത്യാസം? ആരുടെ നിലപാടാണ് ശരി? ഏതാണ് പ്രായോഗികം? ആരാണ് ജനങ്ങൾക്കൊപ്പം? ആർക്കൊപ്പമാണ് ജനങ്ങൾ? പെരിയാർ ഉയർത്തിയ ബ്രാഹ്മണ വിരോധം അല്ലെങ്കിൽ ആര്യവിരോധം ഒരു പ്രധാന പ്രവർത്തന ലക്ഷ്യമാക്കാൻ DMK തയ്യാറായതേയില്ല. തീവ്രവാദമല്ല, മിതവാദമാണ് DMKയുടെ അടിസ്ഥാന നിലപാട്. ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ അണ്ണ ആഗ്രഹിച്ചപ്പോൾ പെരിയാർ ദ്രാവിഡ നാട് എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് DMK ഇന്ത്യ ഗവൺമെന്റിനെ പിന്തുണച്ചു. പെരിയാർ അപ്പോഴും പിടിവാശിയിലാണ്. അദ്ദേഹത്തിന്റെ പിടിവാശി കൂടിക്കൂടി വരും തോറും പാർട്ടി അണികൾ DMKയിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. 70% പേരും DMKയിലെത്തി എന്നാണ് കണക്ക്. അതായത് ദ്രാവിഡ കഴകം വിട്ട് DMKയിലെത്തി എന്നാണ് കണക്ക്. അണികളിൽ ആവേശം നിറച്ച് അണ്ണാദുരൈ DMKയുടെ മുദ്രാവാക്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കടമൈ കണ്ണിയം കട്ടുപ്പാട്, കടമ ആത്മാർത്ഥത അച്ചടക്കം. കേഡർ സ്വഭാവത്തിൽ DMK വളർന്നുകൊണ്ടേയിരുന്നു. കമാൻഡറായി അണ്ണാദുരൈ, ജനഹൃദയം കീഴടക്കി മുത്തുവേൽ കരുണാനിധി, ആരാധക ലക്ഷങ്ങളുടെ കരുത്തിൽ MGR. DMK ഉദിച്ചുയരുകയാണ്. 1949 പിറന്ന DMK ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പക്ഷേ 1957 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഒരു ചിഹ്നം വേണം. വീണ്ടും കലൈഞ്ചറെത്തി. തന്റെ വിരലിലെ മുറിവിൽ നിന്നും രക്തം പകർന്ന് കൊടികെട്ടിയ കരുണാനിധി ഒരിക്കൽ കൂടിയെത്തി. താൻ രചിച്ച, ജനം സ്വീകരിച്ച സൂപ്പർ ഹിറ്റായ ഉദയസൂര്യൻ എന്ന നാടകം. തനി രാഷ്ട്രീയ നാടകമായിരുന്നു ഈ ഉദയസൂര്യൻ. ഉദയസൂര്യൻ അന്ന് ജനങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്നു വളരുന്ന DMKയ്ക്ക് പറ്റിയ ചിഹ്നം, നീതി പുലർത്തുന്ന ചിഹ്നം. 2 മലകൾക്കിടയിൽ ഉദിച്ചുയരുന്ന സൂര്യൻ, 2 മലകൾക്കിടയിൽ ഉദിക്കും സൂര്യൻ. പക്ഷെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ആ വർഷം ലഭിച്ചില്ല. അതായത് 1957 ലഭിച്ചില്ല. 1957 മദ്രാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂകുന്ന പൂവൻകോഴി, കുഹിൻഡ്ര സേവൽ DMKയുടെ ചിഹ്നമായി 15 സീറ്റിൽ വിജയിച്ചു. പക്ഷേ 1962 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഞെട്ടിക്കാൻ DMKയ്ക്കായി 57 സീറ്റുകളിൽ വിജയിച്ച കരുത്തന്മാരായ പ്രതിപക്ഷമായി CN അണ്ണാദുരൈയും കൂട്ടരും. ഇതിനിടെ 1959 മദ്രാസ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തറപറ്റിച്ച് DMK വിജയിച്ചിരുന്നു. 1957 നിയമസഭയിൽ 15 സീറ്റ് വിജയം. 1962 50 നിയമസഭാ സീറ്റുകൾ. 1959 മദ്രാസ് കോർപ്പറേഷൻ ഭരണം. മെല്ലെ മെല്ലെ ദ്രാവിഡ രാഷ്ട്രീയം തമിഴ് മനസ്സിനെ കീഴടക്കുകയായിരുന്നു. CN അണ്ണാദുരൈ ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ നേതാവായി മാറുകയായിരുന്നു. കോൺഗ്രസ് തപ്പു പണിട്ടേൻ. കോൺഗ്രസിന് തെറ്റ് സംഭവിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. അവർ DMKയെ വില കുറച്ച് കാണുന്നു. നിരീക്ഷണം ശരിവച്ച് 1967 തെരഞ്ഞെടുപ്പ് ഫലമെത്തി 137. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK എന്ന ഒറ്റ പാർട്ടി മാത്രം 137 സീറ്റിൽ വിജയിച്ചു. DMK മുന്നണിയായി മത്സരിച്ച യുണൈറ്റഡ് ഫ്രണ്ട് 179 സീറ്റ് നേടി അധികാരത്തിലെത്തി. മുന്നണിയിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന C. രാജഗോപാലാചാര്യ നയിച്ച സ്വതന്ത്ര പാർട്ടി 20 സീറ്റിൽ വിജയിച്ചു. CPIM-ന് 11 സീറ്റ് നേടാനായി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി 4, മുസ്ലിം ലീഗ് 3, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി 2, സ്വതന്ത്രർ 2. ഞാൻ പടുത്തുകൊണ്ടേ വെട്ടി നേടുവേൻ എന്ന് വീമ്പിളക്കിയ കാമരാജ് തലകുനിച്ചു. ഞാൻ വെറുതെ കിടന്നാൽ തന്നെ കോൺഗ്രസ് സംസ്ഥാനത്ത് ജയിക്കുമെന്നായിരുന്നു അന്ന് ദേശീയ നേതാവായിരുന്ന കാമരാജിന്റെ ഭാഷ്യം. DMKയുടെ തുടർച്ചയായ വിജയങ്ങളുടെ കഥയായിരുന്നു പിന്നെ തമിഴ് ചരിത്രത്തിന് പറയാനുണ്ടായിരുന്നു. കൂത്താടി കൂട്ടത്ത് കാഴ്ചയ. നാടകം കളിച്ചു നടക്കുന്ന കൂട്ടർക്ക് ഭരണമോ? പരിഹാസങ്ങളിൽ നിന്നും ഉയർന്നു പൊങ്ങി നാടുഭരിച്ച ദ്രാവിഡ പ്രസ്ഥാനം പിന്നതാ ഇന്നുവരെ തമിഴ്നാട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ടില്ല. ഇരുപ്പതും ഒരു ഉയർ, അത് പോഹപ്പോവതും ഒരു മുறை. അപ്പടി പോനാൽ ഒരു നല്ല കാരണത്തുക്കാഹ പോകട്ടുമേ. ആകെയുള്ളത് ഒരേ ഒരു ജീവൻ. അത് പോകുന്നതാകട്ടെ ഒരൊറ്റ തവണ. എങ്കിൽ അത് നല്ല കാര്യത്തിനാകട്ടെ. തമിഴിനിങ്ങനെ ജീവൻ നൽകിയ അണ്ണാദുരൈ
1967 മദ്രാസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. സ്വയം മര്യാദ ഇയക്കം, നീതിക്കച്ചി അതായത് ജസ്റ്റിസ് പാർട്ടി, പിന്നെ ദ്രാവിഡ കഴകം, ശേഷം ദ്രാവിഡ മുന്നേറ്റ കഴകം. അടർന്നുമാറലും പിളർപ്പും വെല്ലുവിളിയും ധാരാളമേറ്റ് രാഗി മിനുങ്ങി മിനുങ്ങി തിളങ്ങി നിന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലും അത് അവസാനിച്ചില്ല. ദ്രാവിഡ പ്രസ്ഥാനം അതാവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായ മുറിവുകളിലൂടെ പിന്നെയും 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 യാത്ര ചെയ്തു. വരലാറ് മുടിവതില്ലേ. വീണ്ടും സന്ധിക്കലാം. വണക്കം. கடல் கடந்த நாடுகளிலேயெல்லாம் வெற்றி கொடி ஏந்திய சோழ சாம்ராஜ்யத்தினுடைய மகத்தான கொடி துடிக்கொடி, சிங்களவர்களை வென்ற கொடி, கரணியெங்கும் தமிழனுக்கு பெருமை தேடி தந்த கொடி. அந்த கொடி எவருக்கும் தலை தாழ்ந்ததில்லை, தோற்றதில்லை என்ற உணர்வோடு நான் புலிக்கொடியையும் தேர்ந்தெடுத்தேன். என் அமைப்புக்கும் புலிகள் என்று பெயரிட்டேன். கீழ்த்திசை நாடுகள், தென்கிழக்காசிய நாடுகள் எங்கும் இந்த கடல் புலிக்கொடியினுடைய ஆதிக்கத்துக்கு கீழே இருந்தது. அந்த புலிக்கொடி 1000 ஆண்டுகளுக்கு பின்னால் அதே கொடியின் கீழே இருந்து போராடுகிற நேரத்தில்